ഈ റെസ്റ്റോറൻറ്റുകളിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന നല്ല കറുത്ത മസാല പിടിച്ച ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, ഇത് കണ്ടിട്ട് കൊതി വരാത്ത മലയാളികൾ ഉണ്ടാവില്ല. പക്ഷെ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാലും ആ ഒരു കളറോ ടേസ്റ്റോ ഒന്നും കിട്ടില്ല. എന്നാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫാണ്. അത്യാവശ്യം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ബീഫ് വേവിച്ചെടുക്കണം. വേവിക്കാനായിട്ട് കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് ഈ കഴുകി വൃത്തിയാക്കിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുള്ള ബീഫാണ്. ബീഫ് വേവിക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണില്ല. അതുകൊണ്ടാണ് നല്ലോണം പിഴിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട മസാലകളൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്താൽ ഇതുപോലെ എല്ലാ ഭാഗത്തും ആവില്ല. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യം ഒരു 3 വിസിലടിച്ച് നോക്കി. ബീഫ് വേവിക്കുമ്പോൾ എപ്പോഴും കുക്കറിൻ്റെ വലിപ്പവും അതുപോലെ ബീഫിൻ്റെ വേവും ഒക്കെ അനുസരിച്ച് നല്ല വ്യത്യാസം ഉണ്ടാവും വേവാനായിട്ട്. അപ്പോൾ തുടക്കത്തിൽ ഒരു 2-3 വിസിലടിച്ചിട്ട് അങ്ങനെ വെക്കുക. പ്രഷർ പോയി കഴിയുമ്പോൾ തുറക്കുക. ഞാൻ ആദ്യം 3 വിസിലടിച്ചിട്ട് തുറന്ന് നോക്കിയപ്പോൾ അത്ര വെന്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലോണം വേവണം. എന്നാൽ മാത്രമാണ് ഫ്രൈ ആയിട്ട് എടുക്കുമ്പോൾ നല്ല കുക്കായിട്ടുള്ള പോലെ ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു റബ്ബറി ടെക്സ്ചർ ആയിരിക്കും. ഇതിപ്പോൾ 3 വിസിലടിച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഒന്നും കൂടെ കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിലും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു. 2 വിസിലടിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടായി. ഇനി വെള്ളം കൂടെ വറ്റിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ അമർത്തി നോക്കുമ്പോൾ ബീഫ് ഇങ്ങനെ വിട്ട് കിട്ടണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. വെള്ളമൊക്കെ വറ്റിക്കാനായിട്ട് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം അവിടെ ഇരുന്ന് വറ്റട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് 1 കുടം വെളുത്തുള്ളി, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 സവാള. 1 കിലോ ബീഫിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള മാത്രം ചേർത്താൽ മതി. സവാള ഒരുപാടായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടില്ല. ഓരോ ബീഫിൻ്റെ പീസിലും മസാലയൊക്കെ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വേറിട്ട് നിൽക്കില്ലേ, ആ ഒരു ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ സവാള വളരെ കുറവ് ചേർക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് മുരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. സോഫ്റ്റായിട്ട് കിട്ടുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്യണം. മസാലകളായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ബീഫ് വേവിക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കണ്ട. കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ നമുക്ക് വഴിയേ ചേർക്കാം. ഈ മസാലയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിൽ സവാള മുരിയെ ഒന്നും വേണ്ട. മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയും ആ പച്ചമണം മാറുമല്ലോ, മാറി വരുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കാം. ഇനി ഈ ഇളക്കലിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാ മസാലയും ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ നല്ലോണം ഇളക്കി കൂട്ടുക. ഇതങ്ങനെ വെക്കുക. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. ഇടയിൽ കുറച്ച് ഗരം മസാലയും എരിവിന് കുറവാണെന്ന് തോന്നുകയെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളക്കി എടുക്കുക. ഇത് എത്ര സമയം ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കണോ അത്രയും ഇതിങ്ങനെ കളറ് മാറി കറുത്ത കളറായിട്ട് കിട്ടും. സവാളയൊക്കെ നല്ലോണം മുരിഞ്ഞതിന് ശേഷമാണ് ബീഫ് ഇടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് മുരിഞ്ഞ് വരുമ്പോഴേക്കും സവാള നല്ലോണം കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് സവാള ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും നമ്മൾ ബീഫ് ഇട്ടത്. ഇനി ആ മുളക് പൊടിയും എല്ലാ മസാലയും എല്ലാം കൂടെ നല്ലോണം മുരിഞ്ഞ് കറക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലോണം ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വരട്ടിയെടുക്കുക. എത്ര ഡാർക്കായിട്ട് കിട്ടണോ അത്രയും നേരം അടുപ്പത്ത് വെച്ചിട്ട് വരട്ടിയെടുത്താൽ മതി. നമുക്ക് ആ ഒരു കളറിൽ കിട്ടും. ഇതിൽ ചേർക്കുന്ന സവാള കൂടി പോയിട്ടുണ്ടെങ്കിൽ ഓരോ ബീഫും വേറിട്ട് നിൽക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ ഇത് കിട്ടില്ല. ഇങ്ങനെ കുഴഞ്ഞ പോലെയായിട്ടായിരിക്കും കിട്ടുക. ഒരു ബീഫ് റോസ്റ്റൊക്കെ പോലെയാണ് കിട്ടുക. ബീഫ് ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ സവാള ചേർക്കണം. സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കറിവേപ്പില ഇട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. എനിക്കിവിടെ കറിവേപ്പിലേക്ക് കുറച്ച് ക്ഷാമമുണ്ട്, അതുകൊണ്ട് എനിക്കത് ചേർക്കാൻ പറ്റില്ല. സവാളയൊക്കെ നല്ലോണം മുരിഞ്ഞിട്ട് ബീഫും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും. ഓരോ ബീഫും ഇങ്ങനെ വേറിട്ട് നിൽക്കും. ആ ഒരു ടൈമിൽ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് എത്ര നേരം അടുപ്പത്ത് വെക്കണോ അത്രയും ഡാർക്കായിട്ട് കിട്ടും. ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അത്. പക്ഷേ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇത് കഴിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയേ, ഭയങ്കര കറുത്ത കളറിൽ ഇത് എങ്ങനെയാണ് കിട്ടണേ, കറുപ്പിക്കാനായിട്ട് എന്താ ചെയ്തതെന്നൊക്കെ.
ഇതുണ്ടാക്കാനായിട്ട് അത്ര പണിയൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ബീഫ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് മസാലയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ബീഫ് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരെ തട്ടുക, സിമ്മിൽ വെച്ചിട്ട് ഇതുപോലെ വരട്ടിയെടുക്കുക. പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണിത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ്. വെറുതെ പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുവരെ ഫ്രൈ ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ, അത്രയും സമയം കുറവിൽ വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്